ഇന്നലെ രാത്രി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു രാജ്യത്തെ ഇന്ധനവില കുറച്ചത്. സംസ്ഥാനത്ത് ഇന്ധനവില കുറച്ചതിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 രൂപ ഇന്ധന സെസ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി കേരളത്തിന് അവകാശപ്പെടാറുണ്ട്. കേന്ദ്രം 2 രൂപ കുറച്ചപ്പോഴും കേരളത്തിൻ്റെ 2 രൂപ സെസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകാനാണ് ഈ സെസ്സൊക്കെ ഏർപ്പെടുന്നതാണ് പിണറായി സർക്കാരൊക്കെ പറയുന്നത്. പക്ഷേ അത് പെൻഷനാർക്കും ലഭിച്ചു കാണുന്നില്ല. എന്തായാലും പിണറായി ഭരണത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന മലയാളിക്ക് ഇന്ധനവില കുറച്ചത് വലിയ ആശ്വാസമാകും. വിവിധ ജില്ലകളിൽ നിന്ന് ഇന്ധനവില കുറച്ചതിൽ ജനങ്ങളുടെ പ്രതികരണവുമായി കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്തും ഒപ്പം കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനും കോഴിക്കോട് നിന്ന് ഗോകുലും ഒക്കെ ചേരുന്നുണ്ട്. ആദ്യം ഗൂഗിളിലേക്ക് പോയ ഗൂഗിൾ, കോഴിക്കോട് ഇന്ധനവില കുറച്ചതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുണ്ട്? പ്രത്യേകിച്ച് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇപ്പോൾ കുറച്ച 2 രൂപ കൂടാതെ അധികമായി 2% നികുതി ഇടവിൽ കുറവ് കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. കൂടുതൽ സംസ്ഥാനങ്ങൾ അത്തരം പ്രഖ്യാപനങ്ങളിലേക്ക് പോകുമ്പോൾ കേരളം എന്തെങ്കിലും തരത്തിൽ ഇനിയും സെസ് ഏർപ്പെടുത്താമോ എന്ന ചില ആലോചനകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. വേണു, ഗോകുൽ പറയും. അതെ, വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം പെട്രോളിനും ഡീസലിനും ഒക്കെ 2 രൂപ ഇന്ന് രാവിലെ 6 മണി മുതൽ കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് ഒരു പെട്രോൾ പമ്പിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ കോഴിക്കോട് ഇന്ന് രാവിലെ 6 മണിക്കത്തെ കോഴിക്കോടുള്ള പെട്രോളിന്റെ വില 105 രൂപ 73 പൈസയും ഡീസലിന്റെ വില 94 രൂപ 74 പൈസയുമാണ്. അതേസമയം മാഹിയിൽ, ഇവിടെ നിന്ന് ഒരു 70 കിലോമീറ്റർ മാറി മാഹിയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ വിലയിനെക്കാട്ടിലും 10 രൂപയോളം കുറവിൽ നമുക്ക് പെട്രോൾ കിട്ടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കാരണം മാഹിയിൽ ഇന്നലെ 93 രൂപ 80 പൈസയായിരുന്നത് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി 91 രൂപ 80 പൈസയായി മാറിയിട്ടുണ്ട്. അതുപോലെ ഡീസലിന് 81 രൂപ 72 പൈസയായിട്ടുണ്ട്. ഏകദേശം ഡീസലിന് 11 രൂപയോളവും പെട്രോളിന് ഏകദേശം 14 രൂപയോളവും തമ്മിലുള്ള വ്യത്യാസമാണ് കേന്ദ്രഭരണ പ്രദേശവും സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു പ്രദേശവും തമ്മിലുള്ള വ്യത്യാസം. ഇത് മുൻപ് തന്നെ പ്രകടമായിരുന്നു. 2022 ഏകദേശം 8 രൂപയോളം പെട്രോളിനും 6 രൂപയോളം ഡീസലിനും കേന്ദ്ര സർക്കാർ കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്തും ഇതിന് ആനുപാതികമായിട്ടുള്ള ഒരു കുറവ്, അതായത് കേന്ദ്ര സർക്കാർ നികുതി ഇനത്തിൽ കുറയ്ക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള ഒരു കുറവ് മാത്രമേ ഈ കേരള സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളിൽ നമുക്ക് ലഭ്യമായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന്റെ നികുതി ഇനത്തിൽ നിന്ന് 1 രൂപ കുറയ്ക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. അന്ന് ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ പറഞ്ഞത് ഓർമ്മയുണ്ട്. കേന്ദ്ര സർക്കാർ തിരിവ് കുറയ്ക്കുന്നത് എത്രയാണോ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു കുറവ് സംസ്ഥാനത്തും ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന് സ്വന്തമായി ലഭിക്കുന്ന നികുതി ഇനത്തിൽ നിന്ന് പൈസ കുറയ്ക്കാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. അത് ചെയ്യില്ല എന്ന് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞത്. ആദ്യം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു തമാശ എന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ 2 രൂപ സെസ്സൊക്കെ ഉള്ളത്, അതിലൊന്ന് ഈ പറഞ്ഞ പോലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിലാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് കാലം എത്രയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 മാസത്തോളമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട്. എന്നാൽ പിന്നെ എന്തിനാണ് ഈ ഇതിൽ നിന്ന് ഇന്ധനങ്ങളിൽ നിന്ന് സെസ് ഈടാക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനൊന്നും സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ 2 രൂപ പെട്രോളിനും 2 രൂപ ഡീസലിനും കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് ഒരു സഹായകരമാവുന്ന രീതിയിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നത്. കാരണം ഇപ്പോൾ ജനജീവിതം വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. കാരണം സപ്ലൈകോയിലൊന്നും സാധനങ്ങൾ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. 13 ഇനങ്ങൾ സപ്ലൈകോയിൽ സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ തന്നെ ഈ സാധനങ്ങളൊന്നും സപ്ലൈകോയിൽ ഇല്ലാത്ത അവസ്ഥയാണ്, സ്റ്റോക്കുകൾ ഇല്ലാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന റേഷൻ കടകളിൽ വഴി നൽകുന്ന 5 കിലോ ഭക്ഷ്യധാന്യങ്ങളൊക്കെ FCI ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്നു. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ സൗജന്യമായി അത് നൽകി കഴിഞ്ഞു. അത് എടുക്കാൻ പോവാൻ വേണ്ടിയിട്ടുള്ള ഈ ഡീലേഴ്സിന്, ഈ വാഹന ഡ്രൈവർമാർക്ക് പണം കൊടുക്കാൻ സാധിക്കാത്തത് മൂലം കേന്ദ്ര സർക്കാർ നൽകുന്ന 5 കിലോ അരി FCI ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്നു. ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവിതം വിലക്കയറ്റം മൂലവും മറ്റു പൊറുതി മുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ജനോപകാരമായ രീതിയിൽ 2 രൂപ പെട്രോളിനും 2 രൂപ ഡീസലിനും ഒക്കെ കുറച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതെന്തായാലും ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുന്ന ഒരു കാര്യമാണ്. കാരണം 2022 8 രൂപയും 6 രൂപയും കേന്ദ്ര സർക്കാർ ഈ നികുതി ഇനത്തിലാണ് കുറച്ചുണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നികുതി ഇനത്തിൽ കുറച്ചപ്പോൾ പോലും ഒരു പൈസ കുറയ്ക്കാൻ തയ്യാറാവാതിരുന്ന സംസ്ഥാന സർക്കാരാണ്. ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാജസ്ഥാനിൽ ഇതിനാനുപാതികമായിട്ടുള്ള ഒരു കുറവ് വരുത്തും, അതായത് നികുതി ഇനത്തിൽ 2% കുറവ് വരുത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളും, BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളും ഈ രീതിയിൽ മുന്നോട്ടേക്ക് വരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമ്മളിപ്പോൾ
കാണുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് നിന്നും സംസ്ഥാന സർക്കാരിന്റെ നികുതി ഇനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്ന തരത്തിലുള്ള ചർച്ച വരും ദിവസങ്ങളിൽ സജീവമാകാൻ സാധ്യതയുണ്ട്. മുൻ അനുഭവങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടികളൊന്നും കൈക്കൊണ്ടതായിട്ട് നമുക്ക് അറിവില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 8 രൂപയും 6 രൂപയും കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ കുറച്ചപ്പോൾ പോലും സംസ്ഥാന സർക്കാർ നികുതി ഇനത്തിൽ നിന്ന് പണം കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല വിവിധ നികുതി ഇനങ്ങളിൽ സെസ്സും മറ്റും ഏർപ്പെടുത്തി ജനങ്ങൾക്ക് അധിക ഭാരം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ 2 രൂപ കേന്ദ്ര സർക്കാർ കുറച്ചതിനോട് ഏത് രീതിയിലായിരിക്കും സംസ്ഥാന സർക്കാർ പ്രതികരിക്കുക എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്.